ഹരി ഓം. വിഷ്ണു സഹസ്രനാമസ്തോത്രം ശ്ലോകം 47. ഇഷ്ടോ അവിശിഷ്ടശിഷ്ടേഷ്ടഃ ശിഖണ്ഡീ നഭുഷോ വൃഷഃ ക്രോധഃ ക്രോധകൃത്കർത്ത വിശ്വബാഹുർമഹീധരഃ. ഹരി ഓം. ഹരി ഓം. 308 നാമം ഇഷ്ടഃ. ഇഷ്ടി എന്നാൽ യാഗം, യജ്ഞം, യാഗം കൊണ്ട് യജിക്കപ്പെടുന്നവൻ, പൂജിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ ഇഷ്ടഃ. 309 നാമം അവിശിഷ്ടഃ. അവിടെ ഇഷ്ടോ എന്ന് കഴിഞ്ഞിട്ട് ഒരു ചിഹ്നമുണ്ട്, ട്രാൻസ്ലേഷൻ. അപ്പോൾ അവിശിഷ്ടഃ, ഇഷ്ടോ അവിശിഷ്ടഃ എന്ന് വായിക്കണം. അപ്പോൾ ആ അവിശിഷ്ടഃ അന്തര്യാമിയായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ വളരെ വിശേഷപ്പെട്ട ആത്മാവായിട്ടിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ, എല്ലാവരിലും അതിവിശേഷിച്ച് നിൽക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അവിശിഷ്ടഃ. 310 നാമം ശിഷ്ടേഷ്ടഃ. ശിഷ്ടന്മാർക്ക്, അതായത് സജ്ജനങ്ങൾക്ക്, സജ്ജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മജ്ഞാനത്തെ, ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ബ്രാഹ്മണർ. ബ്രഹ്മജ്ഞാനീതി ബ്രാഹ്മണ എന്നാണ്. ബ്രഹ്മജ്ഞാനമുള്ളവരെയാണ്, ആത്മജ്ഞാനമുള്ളവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അങ്ങനെ ആ ബ്രഹ്മത്തെ അറിഞ്ഞവരാണ് സജ്ജനങ്ങൾ. അങ്ങനെയുള്ളവനെയാണ് ഭഗവാൻ ജ്ഞാനി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആ സജ്ജനങ്ങൾക്ക് അഥവാ ജ്ഞാനികൾക്ക് ഇഷ്ടനായിട്ടുള്ളവൻ ഭഗവാൻ. ഇനി തിരിച്ചും ശിഷ്ടന്മാരെ, ജ്ഞാനികളെ അത്യന്തം പ്രിയമായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിലും ശിഷ്ടേഷ്ടഃ. ഇത് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജ്ഞാനികൾക്ക് അത്യന്തം പ്രിയനാണ്. പ്രിയോ ഹി ജ്ഞാനിനോ അത്യർത്ഥം അഹം സ ച മമ പ്രിയഃ. ജ്ഞാനിക്ക് ഞാൻ അത്യന്തം പ്രിയപ്പെട്ടവനാണ്, അതുപോലെ തന്നെ ജ്ഞാനി എനിക്കും പ്രിയപ്പെട്ടവനാണ്. ഇതിൻ്റെ പശ്ചാത്തലം ഭഗവാൻ ശ്രീകൃഷ്ണൻ 4 തരം ഭക്തന്മാരെ കുറിച്ച് പറയുമ്പോഴാണ്, അങ്ങനെ വിവരിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. 1 ആർത്തൻ, 2 ജിജ്ഞാസു, 3 അർത്ഥാർത്ഥി, 4 ജ്ഞാനി. ഇങ്ങനെ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇതിൽ ജ്ഞാനിയായ ഭക്തൻ യാതൊരു ഫലേച്ഛയും കൂടാതെ ഭഗവാനെ മാത്രം പൂജിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നു. ഇതാണ് ശിഷ്ടേഷ്ടഃ. 311 നാമം ശിഖണ്ഡി. ശിഖണ്ഡം എന്നാൽ മയിൽപ്പീലിയാണ്. ഭഗവാന്റെ കൃഷ്ണാവതാര കാലത്ത് നോക്കിയാൽ നമുക്ക് വളരെ വിശേഷപ്പെട്ട ഒരലങ്കാരമായിട്ട് മയിൽപ്പീലിയെ കാണാം. അപ്പോൾ ആ മയിൽപ്പീലി ധരിച്ചവൻ എന്ന അർത്ഥത്തിൽ ശിഖണ്ഡി. 312 നാമം നഹുഷഃ. മായ കൊണ്ട് ഭൂതങ്ങളെ നഹ്യതി ബന്ധിക്കുന്നു എന്നതിനാൽ നഹുഷഃ. 313 നാമം വൃഷഃ. എല്ലാ കാമനകളെയും വർഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വൃഷ. ഇനി വൃഷ എന്നതിന് ധർമ്മം എന്നൊരു അർത്ഥമുണ്ട്. അങ്ങനെയെങ്കിൽ ധർമ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ എന്ന അർത്ഥത്തിൽ വൃഷഃ. 314 നാമം ക്രോധഃ. ക്രോധത്തെ ഹനിക്കുന്നവൻ. തന്നെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളെ, അവർക്ക് ഏതെങ്കിലും വിധത്തിൽ അവരുടെ ഉള്ളിൽ ഒരു ക്രോധമുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ അവരെ സഹായിക്കുന്നവനാണ് ഭഗവാൻ. അതിന് ശക്തി കൊടുക്കുന്നവൻ ഭഗവാൻ എന്ന അർത്ഥത്തിൽ ക്രോധഃ. 315 നാമം ക്രോധകൃത്കർത്ത. ഇത് ഒറ്റ വാക്കായിട്ടും പറയുന്നുണ്ട്, 2 വാക്കായിട്ടും പറയുന്നുണ്ട്. ക്രോധകൃത് എന്ന് പറയുമ്പോൾ ക്രോധത്തെ ഉണ്ടാക്കുന്നവൻ, അതായത് ദുഷ്ടന്മാരിൽ ക്രോധത്തെ ഉണ്ടാക്കുന്നവൻ. ക്രോധം സർവ്വതും നശിപ്പിക്കുന്നതാണല്ലോ. അപ്പൊ ക്രോധത്തെ ഉണ്ടാക്കുന്നവനാണ് ഭഗവാൻ. നമ്മൾ പാലാഴി മധുര സമയത്തെ ഒരു കഥയുണ്ട്. അസുരന്മാര് അമൃതിനെ തട്ടിപ്പറിച്ച് കൊണ്ടുപോയപ്പോൾ അവർക്കിടയിൽ ഒരു കലഹം ഉണ്ടാക്കിച്ചത് ഭഗവാനാണ്. അതാണ് ക്രോധകൃത്. ഇത് പൊതുവെ ഒറ്റ വാക്കായിട്ടാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനർത്ഥം വരുന്നത് ക്രോധകൃത്തുക്കൾ എന്നാണ്. ദൈത്യന്മാർ, അവരെ കർത്തനം ചെയ്തവൻ, ഛേദിച്ചവൻ, ഇല്ലാതാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ക്രോധകൃത് കർത്ത, ദൈത്യവിനാശകൻ എന്ന് ഒരു നാമമായിട്ട് പറയാം. 316 നാമം വിശ്വബാഹു. ഈ വിശ്വം മുഴുവൻ തൻ്റെ കൈകൊണ്ട് എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവനാണ് ഭഗവാൻ. വിശ്വം നിറഞ്ഞിരിക്കുന്ന കൈയുള്ളവൻ എന്ന അർത്ഥത്തിൽ വിശ്വബാഹു. അപ്പോൾ കൈ എല്ലാറ്റിനും നമുക്ക് ഒരു അവലംബമാണല്ലോ.
നമുക്ക് തല്ലാനും തലോടാനും ഒപ്പം നമ്മെ സംരക്ഷിച്ച് ചേർത്ത് നിർത്താനും ഒക്കെ നമുക്ക് കൈയാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് എന്തിനും ഒരു ആശ്രയം നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കൈകളാണ്. അപ്പോൾ ആ കൈകളിൽ നമ്മൾ ഭദ്രമാണ്, അങ്ങനെയാണല്ലോ പറയുക. എൻ്റെ കൈകളിൽ നിങ്ങൾ ഭദ്രമാണെന്ന് പറയും. അപ്പോൾ ആ കൈകൾക്ക് വളരെ വലിയ ഒരു പ്രാധാന്യമുണ്ട്. അതൊരു സംരക്ഷണത്തിൻ്റെ ഒരു പ്രതീകമാണ്. അങ്ങനെ ഈ വിശ്വത്തിന് മുഴുവൻ സംരക്ഷകനായിട്ടുള്ള ആ ഒരു വലിയ കൈകളോട് കൂടിയവൻ എന്ന അർത്ഥത്തിൽ വിശ്വബാഹു. 317 നാമം മഹീധര. മഹി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഭൂമിയെ ധരിച്ചവൻ, ധരിച്ചു നിൽക്കുന്നവൻ എന്ന അർത്ഥത്തിൽ മഹീധര. ഹരിയും.